നമുക്ക് നല്ലൊരു എഗ് ചീസി സാൻഡ്വിച്ച് ആയാലോ. നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയാൽ നോക്കാം. ആദ്യം ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഇതുപോലെ 5 കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതുപോലെ ഒന്ന് കുത്തിപ്പൊടിച്ചെടുക്കണം. ഒരു ഫോക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തിപ്പിടിച്ച് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണേ. സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതുപോലെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിനെയും കാട്ടി ചെറുതാക്കാമെങ്കിൽ അത്രയും നല്ലതാണേ. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും പിന്നെ തക്കാളിയാണേ. തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് മല്ലിയില. പിന്നെ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ നമ്മുടെ മയോനൈസാണേ. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. ടൊമാറ്റോ കെച്ചപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇതിവിടെ കുറച്ചധികം ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഒരു നാരങ്ങയുടെ പകുതി ഉണ്ടല്ലോ, അതിൻ്റെ പകുതി ജ്യൂസുമാണ് ചേർത്ത് കൊടുത്തത്. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഉപ്പിൻ്റെ കുറവൊന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എഗ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ബ്രെഡ് എടുത്തിട്ട് അത് ഫില്ലാക്കി കൊടുക്കാം. നിങ്ങൾക്ക് ബ്രെഡിൻ്റെ സൈഡ് വേണ്ട എങ്കിലൊന്ന് കട്ട് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. നമ്മൾ കറക്റ്റ് ഒരു സാൻഡ്വിച്ചിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടും. ഞാനിവിടെ മെനക്കെടാൻ നിന്നില്ല, എനിക്ക് ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാൻ അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ഇതിനെല്ലായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫില്ലിങ്സ് വെച്ചു. ഇനി നമ്മളിലോട്ട് വെച്ച് കൊടുക്കുന്നത് ചീസാണ്. ചീസ് ഞാൻ ഫ്രീസിൽ വെച്ച ചീസ് ഈ ഒരു സമയത്താണ് എടുത്തത്. അപ്പോൾ എടുക്കുന്ന സമയത്തെല്ലാം കയ്യിലെടുക്കുമ്പോൾ എല്ലാം പൊടിഞ്ഞു പോയിട്ടുണ്ട് ഗൈസ്. അത് കുഴപ്പമില്ല. ഇനി നമുക്ക് മറ്റൊരു ബ്രെഡ് വെച്ചിട്ട് നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടോസ്റ്റ് ചെയ്യാതെ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ അത് വേറൊരു ടേസ്റ്റ്, ഇങ്ങനെ കഴിച്ചാൽ അത് മറ്റൊരു ടേസ്റ്റ്, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടോസ്റ്റ് ചെയ്യാനായിട്ടൊരു പാൻ അടുപ്പിലോട്ട് വെച്ചു. പിന്നെ നമ്മൾ പാൻ ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബട്ടറാണേ. ബട്ടർ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല, നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ബട്ടർ ഒന്ന് ഇട്ട് കൊടുക്കുന്ന സമയം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കുക, അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് വഴിയേ കാണാം. എപ്പോഴും നമ്മൾ ബട്ടറൊക്കെ ചേർക്കുന്ന സമയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ബട്ടർ എല്ലാം ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ഓരോ സാൻഡ്വിച്ചും നമ്മുടെ പാനിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഗ്യാസ് അടുപ്പിന് പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ എത്ര ലോ ഫ്ലെയിമിൽ വെച്ചാലും ഒരു സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ ഇങ്ങനെ നമ്മുടെ ഫ്ലെയിം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പം അതാണ് കുഴപ്പം, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടോ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ടേ. നമുക്ക് മറ്റേതും ഒന്ന് തിരിച്ചിടാം. കണ്ടില്ലേ ഗൈസ്, എൻ്റെ സാൻഡ്വിച്ച് കരിഞ്ഞു പോയി. അത് കുഴപ്പമില്ല. അപ്പം നിങ്ങളെപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മുടെ സാൻഡ്വിച്ച് ഒന്ന് ടോസ്റ്റാക്കി എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതുപോലെ കരിഞ്ഞു പോകും. നമുക്ക് നേരെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാവേ. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഒരു കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കട്ട് ചെയ്യുമ്പോഴുണ്ടല്ലോ നല്ലൊരു ക്രിസ്പി സൗണ്ടാണ്. എനിക്കത് എങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് അറിയാൻ വയ്യ, അല്ലെങ്കിൽ ഞാൻ കേൾക്കാൻ നല്ല അടിപൊളിയാണ്. നല്ല ഈ ചൂടോടുകൂടി കഴിക്കുമ്പോൾ നല്ല കറുമുറായിരിക്കും നമ്മുടെ സാൻഡ്വിച്ച്. നല്ല ക്രീമിയാണ്, നല്ല ചീസിയാണ്. അപ്പോൾ എന്ത് ടേസ്റ്റ്, കാണുന്ന പോലെ തന്നെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റ്. നമ്മൾ ചൂടോടെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതേ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ പിന്നെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നമ്മുടെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്, ബൈ.